ഈശ്വര, എന്റെ മോനെ കാത്തല്ലോ. മരുന്നിന്റെ ഡോസ് കൊണ്ട് കുറെ നേരം ഉറക്കമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ആരും ശല്യപ്പെടുത്താനോ വിളിക്കാനോ നിൽക്കണ്ട. അവൻ ഉറങ്ങി എഴുന്നേക്കട്ടെ. വിജയ്, ഒരു മിനിറ്റ്. നോക്ക്, 3-4 ദിവസത്തേക്ക് ഇവനെ പുറത്തേക്ക് വിടരുത്. ഞാനത് പറയില്ല. പറഞ്ഞ അവന്റെ ക്ഷീണം പോലും വകവയ്ക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോവും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേക്കണം. ശരി, പറയാം. പത്മ, വേണമെങ്കിൽ താൻ പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ. മോന്റെ അടുത്ത് ഞാനിരുന്നോളാം. വേണ്ട. ഉണർന്ന് ബോധത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ അവന്റെ മുഖത്ത് മതിയാവുന്നത് വരെ നോക്കാൻ എനിക്ക് പറ്റില്ല. അതിനു മുമ്പേ ബഹളം ഉണ്ടാക്കി അവൻ മാറിക്കളയും. ചിലപ്പോ ഞാൻ കുറച്ചു നേരം ഇവനിങ്ങനെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എടോ, സൂര്യയുടെ കാര്യത്തിൽ തന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവന്റെ മുന്നിൽ വെച്ച് താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ തിരഞ്ഞെടുത്തോ? അത് നന്നായിരുന്നു. അപ്പോ മക്കളുടെ പ്രായമല്ല പ്രശ്നം, അവരുടെ തീരുമാനങ്ങളുടെ പക്വതയില്ലായ്മയാണ്. ഇവൻ പക്വതയില്ലാത്തൊരു തീരുമാനം എടുത്താൽ നമ്മൾ അത് തിരുത്തണം. അല്ലാതെ അവനെടുത്ത തീരുമാനമല്ലേ നമുക്കതങ്ങോട്ട് വിഴുങ്ങിക്കളയാന്ന് വിചാരിക്കരുത് നിങ്ങളെപ്പോലെ. നന്ദിനി എങ്ങോട്ടെങ്കിലും പോയിക്കളയോന്ന് എന്റെ പേടി. പിന്നെ പോകാതെ. ആന്റി പിടിച്ച് പുറത്താക്കിയതല്ലേ. നിങ്ങൾ പറയുന്ന വാക്ക് കേട്ടാൽ തന്നെ ഒരാള് 4 ജന്മം എണീറ്റോടും. ചേച്ചി, അവൾ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അവളെ ഒന്ന് വിളിച്ചാലോ വിജയ്? ഇന്ദ്രജയ്, ഈ കളിക്ക് ഞാനില്ല. നേരം വെളുക്കുമ്പോൾ നിങ്ങൾ പറയും നന്ദിനി ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്ന്. വൈകുന്നേരമായ നിങ്ങൾ അമ്മയുടെ കൂടെ നിന്ന് നന്ദിനിയെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളും. ഒരിക്കൽ നിങ്ങൾ പറയും സൂര്യ കള്ളുകൂടി നിർത്താൻ പാടില്ല എന്ന്. പക്ഷേ സൂര്യക്ക് ഞാൻ കള്ളു കൊടുത്താ നിങ്ങൾ എന്റെ മേക്കിട്ട് കയറും. ഇതെന്തോ കളിയാ? തൽക്കാലം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഈ കളിയൊക്കെ കളിച്ചേ പറ്റൂ. മമ്മിക്ക് നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന ബോധം ഉണ്ടാക്കണം. പക്ഷെ നന്ദിനി സൂര്യ വിട്ടു പോകാനും പാടില്ല. എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കേട്ടാ. അതെ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യും. എന്നെ ഏതെങ്കിലും മജീഷ്യന്റെ അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടു നിർത്തും. അപ്പൊ ഈ ഉത്തരം കിട്ടാത്ത കാര്യത്തിനൊക്കെ ഒന്നിച്ച് ഉത്തരം കണ്ടെത്തി തരാം. ഇറങ്ങിയിരിക്കുക രണ്ടെണ്ണം കൂടെ. അമ്മയ്ക്കും മക്കൾക്കും കൂടെ മത്സരിച്ച് ചീത്ത പറയാൻ എന്നെ പോലൊരുത്തനെ കെട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് കൊള്ളാം. ഞാൻ ഇവിടെ കിടന്ന് ഉരുവാ. ഇനി എന്ത് ചെയ്യും ചേച്ചി? ആലോചിക്കാം. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഇവൻ പഴയതുപോലെ ആവണം. എത്രേ? 40. വാ നന്ദിനി, ഇറങ്ങി വാ. വാ വാ നന്ദിനി. വേണ്ടായിരുതേ, ഞാനിനി അങ്ങോട്ട് കയറുന്നില്ല. കേറാതെ പിന്നെ എങ്ങോട്ട് പോകാൻ പോവാ? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. ഇവിടെ എല്ലാരും എന്നെ ഒരു കൊലപാതകത്തിന് ശ്രമിച്ച ആളായിട്ടാ കാണുന്നത്. അത് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറുമില്ല.
ഭ്രാന്തുണ്ടോ പെണ്ണെ നിനക്ക്? നീ കൊടുത്ത നാട്ടുമരുന്ന് കൊണ്ടല്ല ഏട്ടൻ ഇങ്ങനെ സംഭവിച്ചത്. വേറെ എന്തോ പ്രശ്നമുണ്ട്. വേറെ കാരണം ഉണ്ടായാൽ പോലും എന്നെ കുറ്റപ്പെടുത്താനല്ലേ എല്ലാവർക്കും എളുപ്പം. ഇനി ഒരു കുറ്റപ്പെടുത്തൽ എനിക്ക് വയ്യ. ഇനി ഒരു ബഹളത്തിനും ഞാനില്ല. എനിക്ക് മതിയായി. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു കാര്യത്തിനും ഞാനില്ല. സൂര്യ സാറിനെ നന്നാക്കാനും ഞാനില്ല. ഇതിനു മുൻപ് നീ ഇവിടെ നിന്നിരുന്നത് അവരാരുടെ ഇഷ്ടത്തിനൊന്നുമല്ലല്ലോ. ഇപ്പൊ അങ്ങനെയല്ല ആരതി. ചിലപ്പോ അവര് പോലീസിനെ വിളിക്കും. മുമ്പത്തെ പോലെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറയും. ദേ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യണം. അല്ല, ഏട്ടൻ ഈ കണ്ടീഷനിൽ കിടക്കുമ്പോ നീ അടുത്തുണ്ടാവണ്ടേ? ഏട്ടന് സുഖാവുന്നവരെങ്കിലും. അതോ ആ മനുഷ്യനോട് അത്രയ്ക്ക് മനുഷ്യത്വം തോന്നുന്നില്ലേ നിനക്ക്? സാറ് പാവാ. ഇങ്ങനൊക്കെ സംഭവിച്ചതിൽ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. നീ വാ വാ പെണ്ണെ, വാ ഇങ്ങോട്ട്. ഡീ, ഇങ്ങ് വാ. നീ എന്തിനാ തിരിച്ചു വന്നത്? മമ്മി നിന്നോട് പോവാൻ പറഞ്ഞതല്ലേ? നന്ദിനി അമ്പലത്തിൽ തളർന്നു കിടക്കുകയായിരുന്നു. ഓ, നീ ആരെ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? നിന്റെ ഭർത്താവിന് സൂര്യയോട് സൗഹൃദം ഉണ്ടെങ്കിൽ അത് ഈ വീടിന് പുറത്ത്. അത് വെച്ച് അധികാരം കാണിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഞാനെന്ത് അധികാരം കാണിച്ചു എന്നാ നിങ്ങൾ പറയുന്നേ? ഒരല്പം മനുഷ്യത്വം കാണിച്ചത് നേരാ. മനുഷ്യത്വം കാണിക്കുന്നതില് കൂട്ടുകാരി വളരെ മുമ്പിലാണല്ലോ. അതിന്റെ പേരിലാണല്ലോ ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടന്നത്. ദേ, ഞാനൊരു കാര്യം പറയാം. മമ്മി ഇവിടെ കണ്ട അപകടമാ. വേഗം വിളിച്ചോണ്ട് പൊക്കോ. അതെ, ഇവിടെ ആകെ കലങ്ങി മറിഞ്ഞൊരവസ്ഥയാണ്. ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ച ആന്റിയുടെ നില തെറ്റും. അതുകൊണ്ടാ പറയുന്നത്, ഗെറ്റ് ഔട്ട്. ആരതി, നമുക്ക് പോവാം. നിക്ക്. അങ്ങനെ പോവാനൊന്നും നിക്കണ്ട. ഈ നിൽക്കുന്ന 3 പേര് പറയുന്നത് കേട്ടിട്ടാണോ മോളുടെ തീരുമാനം? സ്വന്തം കുടുംബകാര്യത്തിൽ ഇന്ന് വരെ നേരായ ഒരു നിലപാടില്ലാത്തവരാ ഈ 3 എണ്ണവും. ഞങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നന്ദിനി എവിടെയായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? ദൈവത്തിന്റെ മുമ്പിലായിരുന്നു. അവൾക്ക് ചെയ്യാവുന്ന കഠിനമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പൂജാമുറിയുണ്ട്. നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? അവിടെ ഒരു വിളക്ക് കത്തിച്ചോ? ഒന്ന് പ്രാർത്ഥിച്ചോ? അതെങ്ങനെയാ? പരസ്പര ആരോപണം ഉന്നയിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് അതിനൊക്കെ സമയം വേണ്ടേ? ആങ്ങളെ ചത്താലും നാത്തൂന്റെ കണ്ണീര് കണ്ടാ മതി എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് ഏറ്റവും ചേരുന്നത് നമ്മുടെ വീട്ടിലാ. മോളെ നന്ദിനി, നീ വാ. വരാനാ പറഞ്ഞത്. ഡാഡി, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. അത് ശരി, നന്ദിനി സൂര്യയുടെ അടുത്ത് ചെല്ലുന്നതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് ഫേസ് ചെയ്യാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്.